മാടായിയിലെ ഖനനം നടത്തിയ പ്രദേശത്ത് ഒരേക്കറിലധികം സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയിരിക്കുന്നത്. ചുവപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ഒരുക്കിയത്. ഖനനം മൂലം നശിച്ചുപോയ മണ്ണിനെ വീണ്ടെടുത്ത് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയ ശേഷമാണ് ഇവിടെ പൂക്കൃഷി ആരംഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യത്തിനും പ്രാധാന്യം നൽകി ഖനനം നടത്തിയ പ്രദേശത്തെ പൂർണ്ണമായും ബയോഡൈവേഴ്സിറ്റി കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നടന്നുവരികയാണെന്ന് KCCPL മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ നമ്മളൊരു ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട്, കാരണം ഇവിടെ ജനങ്ങൾ ഒരുപാട് കാലം ഈ കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. പ്രകൃതിക്ക് വലിയ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഭരണസമിതിയും അതോടൊപ്പം തന്നെ സർക്കാരും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 13.2 കോടി രൂപയുടെ ബയോഡൈവേഴ്സിറ്റി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകി. അതിൽ 3 കോടി രൂപ ആദ്യഘട്ടം എന്നാൽ ഈ മാർച്ച് 30 മുമ്പായിട്ട് പൂർണ്ണമായിട്ടും ചെലവഴിച്ച് ഇവിടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ബഡ്ജറ്റിൽ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ DPR തയ്യാറായി. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ സർക്കാർ തന്നു, ടെക്നിക്കൽ സാങ്ഷൻ സർക്കാർ തന്നു. അത് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുമായി ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഏരിയയിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ബോർഡ് അംഗങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ എല്ലാം ഡിസ്കസ് ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് രൂപം നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുക. വർണ്ണപ്പൂക്കളുടെ ഈ മനോഹര കാഴ്ചക്കിടയിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പിനും തുടക്കമായി. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. സത്യഭാമ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും KCCPL ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ഖനനം നടന്ന മണ്ണിൽ നിന്ന് പൂക്കളുടെ വർണ്ണവസന്തത്തിലേക്ക് പരിസ്ഥിതി പുനരുജ്ജീവനത്തിന്റെ മനോഹരമായ മാതൃകയാവുകയാണ് മാടായിയിലെ ഈ പൂപ്പാടം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.